ഈ വീഡിയോ ഞാൻ ജസ്റ്റ് ഒരു ടെസ്റ്റ് എഫക്റ്റ് കാണിക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ നമ്മുടെ ബിഗിനേഴ്സൊക്കെ നമ്മുടെ പഠിപ്പിക്കണ ടൂൾസ് പഠിപ്പിക്കണ വീഡിയോ ഒക്കെ കാണാം, പിന്നെ അല്ലാത്ത വീഡിയോകളും കാണാം. എല്ലാം കണ്ട് മനസ്സിലാക്കിയാൽ മാത്രം പോരാ, അത് പ്രാക്ടീസ് ചെയ്താലാണ് നമുക്കത് പഠിക്കാൻ പറ്റുള്ളൂ. നമ്മൾ എത്ര പ്രാക്ടീസ് ചെയ്യണോ അത്രയും നന്നായിട്ട് നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റും. ഇപ്പം ഞാനൊക്കെ 10-13 വർഷമായി ഈ ഫീൽഡിൽ. ഞാൻ ഗൾഫിലായിരുന്നു, ഇപ്പം ഞാൻ നാട്ടിൽ സെറ്റിലാണ്. അപ്പം എല്ലാവരും പ്രാക്ടീസ് ചെയ്യുക, നന്നായി പ്രാക്ടീസ് ചെയ്യുക. അതിനനുസരിച്ച് നമുക്ക് നമ്മുടെ വർക്കിലുള്ള ക്വാളിറ്റി കൂടും. ഇപ്പം ഞാൻ ഈ വീഡിയോ നമുക്ക് ഡൗൺലോഡ് ചെയ്യാം. ഡൗൺലോഡ് ചെയ്തിട്ട് ജസ്റ്റ് ഒരു ടെസ്റ്റ് എഫക്റ്റ്, അത്ര വലിയ സംഭവങ്ങളൊന്നുമില്ല. ഇത് യൂസ് ചെയ്യാൻ നമുക്ക് വല്ല ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ കുറേ പോസ്റ്ററുകളും കാര്യങ്ങളൊക്കെ ഈ സ്പോർട്സ് ഇതൊക്കെ ആയിട്ടുള്ളത് വരുമല്ലോ, അതിലൊക്കെ നമുക്ക് യൂസ് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ഞാനിത് കോപ്പി ചെയ്തിട്ട് ഞാൻ കൺട്രോൾ തന്നെ അടിച്ചു, ന്യൂ ലെയർ എടുത്തു. സൈസ് നമ്മുടെ സോഷ്യൽ മീഡിയയുടെ സൈസ് തന്നെ. ഞാൻ വീണ്ടും ഓപ്പൺ കൊടുത്തു, കൺട്രോൾ V അടിച്ചു. നമുക്ക് ആ ഇമേജ് ഒന്ന് ഓപ്പൺ ചെയ്യാനാണ്. ലോക്ക് റിമൂവ് ആയി ചെയ്തു. പിന്നെ നമ്മൾ സെലക്റ്റിൽ പോയി നമ്മുടെ മാസ്ക് സെലക്ട് സബ്ജക്റ്റ് കൊടുത്തു. ഇനി അത് ലോഡായിക്കൊണ്ടിരിക്കുകയാണ്, കുറച്ച് ടൈം എടുക്കും. അപ്പം അത് റിമൂവായി. ഇനി നമുക്കിത് നമ്മുടെ ഇതിലേക്ക് കൊണ്ടുവരാം. കൊണ്ടുവന്നു. ഇങ്ങനെ ആഡ് ചെയ്തിട്ട് ഞാൻ ജസ്റ്റ് ബാക്ക്ഗ്രൗണ്ട് ഈ ഒരു കളറ് തന്നെ നമ്മൾ ഇതിന് യോജിച്ചൊരു കളറ് തന്നെ കൊടുക്കുകയാണ്. ഇതൊന്ന് ലൈറ്റാക്കി കൊടുക്കാം നമുക്ക്. പിന്നെ ഞാൻ വേറൊരു കാര്യം പറയാൻ വന്നത്, നമുക്ക് ലൈവായിട്ട് നമുക്ക് വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ ക്ലാസ് എടുക്കുക, പ്രാക്ടീസ് ഒക്കെ ചെയ്യാം. അത് എത്ര ആൾക്കാർക്ക് താല്പര്യം ഉണ്ടോയെന്ന് അറിയില്ല. താല്പര്യമുള്ള ആൾക്കാർ ഒന്ന് കമൻറ്റ് ചെയ്യുക. കമൻറ്റ് ചെയ്യുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കത് ഇപ്പോൾ കാലത്തോ വൈകിട്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു സമയം നോക്കിയിട്ട് നമുക്കത് എന്ന് ചെയ്യാം. അപ്പോൾ നമുക്ക് കൂടുതലായിട്ടിപ്പോൾ കുറേ ആൾക്കാർക്ക് വേറെ പല പല ഇതുകൾ അറിയണവരുണ്ടാവും. അപ്പോൾ അവർക്കത് പറഞ്ഞു തരാനും ചെയ്യാനും പറ്റും. പിന്നെ നമുക്കതൊരു കമ്മ്യൂണിറ്റി ആയിട്ട്, നമ്മൾ ഈ ഡിസൈനേഴ്സിൻ്റെ ഒരു കമ്മ്യൂണിറ്റി ആയിട്ട് ഇത് മാറ്റാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇതും കൂടിയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. കാരണം എല്ലാ ആൾക്കാർക്കും യൂണിയനും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, നമുക്ക് ഡിസൈനേഴ്സിന് പ്രത്യേകിച്ച് ഒന്നുമില്ല. അപ്പോൾ നമുക്ക് എല്ലാവരും കൂടി ഒരുമിച്ച് നിന്ന് കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഇപ്പോൾ പുതിയ ബിസിനസ് തുടങ്ങേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും കാര്യങ്ങൾ ഇത് നമുക്ക് ചെയ്യാൻ പറ്റും. ഇപ്പോൾ കുറേ ആൾക്കാരിങ്ങനെ പുതിയ സംരംഭങ്ങൾ തുടങ്ങണം, കമ്പനി തുടങ്ങണം എന്നൊക്കെ ആശയങ്ങളൊക്കെ മനസ്സിലുണ്ടാവും. പക്ഷേ ആരായിട്ടും കണക്ഷനും ഇല്ല, അങ്ങനെയൊക്കെ ഇരിക്കുന്ന കുറേ ആൾക്കാരുണ്ട്. അപ്പോൾ എല്ലാവരും കൂടി ഒന്ന് ഒരുമിച്ച് ഒരു സ്ഥലത്തേക്ക് കൊണ്ടുവരാൻ പറ്റുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വലിയൊരു സംഭവമാവും. അപ്പോൾ നമുക്ക് അങ്ങനെ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഒരുമിക്കാം, അത് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഞാൻ ഫോണിൽ ഞാൻ പോപ്പിൻസാണ് കൊടുക്കുന്നത്. ഇപ്പം ഈ ജോലി ആവശ്യമുള്ള കുറേ ആൾക്കാരുണ്ട്. കാരണം ജോലി ഇല്ലാണ്ട് ഫണ്ടില്ലല്ലോ. പിന്നെ ബിസിനസ്സോ കാര്യങ്ങളോ ഉള്ള ആൾക്കാർക്ക് ചിലപ്പോൾ ഉണ്ടായിരിക്കാം.
പക്ഷേ നമ്മുടെ ഫസ്റ്റ് ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസൈനർമാരായാലും ആരായി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നമ്മുടെ ഫസ്റ്റ് വരുമാനം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ സംഭവം ഇതാണ്. നമ്മൾ ഡിസൈൻ ചെയ്ത് കൊടുത്ത് ഇപ്പോൾ ഒരു പ്ലംബറായാലും ഒരു ഇലക്ട്രീഷ്യനായാലും അവരുടെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ സർവീസാണ്. അതുപോലെ നമ്മുടെ ഒരു സർവീസാണിത്. ഇപ്പം നമ്മൾ ഇതിൽ നിന്നാണ് നമ്മൾ ഇത് വാങ്ങണത്. നമ്മൾ മണിക്കൂർ വെച്ചിട്ടാണ് പലരും വാങ്ങണത്. ഇവിടെ പലരും പല രീതിയിൽ വാങ്ങണവരുണ്ട്. അപ്പോൾ നമുക്ക് എന്തിട്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്കില്ല് നമ്മൾ നന്നാക്കണം. സ്കില്ല് നന്നാക്കി കഴിഞ്ഞാൽ തന്നെ നമ്മുടെ വരുമാനം കൂടും. നമ്മൾ ഒന്നറിയാത്ത ഒരാളാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിനുള്ള വരുമാനം കിട്ടുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് പ്രാക്ടീസ് ചെയ്യുക, ഡെയിലി പ്രാക്ടീസ് ചെയ്യുക. ഇപ്പോൾ ഒരു കമ്പനിയിൽ ജോലിക്ക് കയറിയെന്ന് വെച്ചിട്ട് പിന്നെ ആ കമ്പനിയിൽ മാത്രമായിട്ട് നമ്മളത് ഒതുങ്ങി കൂടരുത്. കാരണം എന്താ വെച്ചാൽ നമ്മളൊരു കൺസൾട്ടൻ്റ് എന്നുള്ള നിലയ്ക്ക് നമ്മൾ കുറച്ച് വളരണം. എന്നാലാണ് നമുക്ക് നമ്മൾ പറയണ നമ്മുടെ സമയത്തിനും നമ്മുടെ ഇതിനൊക്കെ സാലറി ഇല്ല, ഇൻകം കിട്ടുള്ളൂ. അതല്ലാതെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കിട്ടില്ല. അപ്പോൾ നമ്മൾ ആ രീതിയിലൊക്കെ വളരണം. നമുക്ക് ഇത് വരണം. ഒരു കമ്പനിയിലും ഒരു ജോലിക്കാരനായിട്ട് ഒരാൾക്കും പൈസ ഉണ്ടാക്കാനോ പൈസക്കാരനാവാനൊന്നും പറ്റുന്നില്ല. അപ്പോൾ അതും ആദ്യം മനസ്സിലാക്കിയിട്ട് നമ്മൾ നമ്മുടെ മേഖലയിൽ നമ്മൾ നമ്പർ 1 ആക്കാൻ നോക്കുക. ഓക്കെ. അപ്പം ഞാൻ ഈ ഒരു സംഭവമാണ് ചെയ്യാൻ പോണത്. ചെയ്തുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ കാണണ്ടല്ലോ അല്ലേ. കുറേ ആൾക്കാർക്ക് ഒന്നും അറിയില്ല. കുറേ വീട്ടുകാർ പറഞ്ഞിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യണവരുണ്ട്, അല്ലാണ്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഈ ലെയർ തന്നെ ഞാൻ സെലക്ട് ചെയ്തിട്ട് ഞാൻ ഈ ലെയർ ഞാൻ ഫസ്റ്റ് തന്നെ കൺവേർട്ട് ടു സ്മാർട്ട് ഒബ്ജക്റ്റ് ആക്കാണ്. പിന്നെ ഞാൻ റെസ്ട്രൈസ് ലെയർ ആക്കാണ്. എന്നാലേ നമുക്കത് ഫ്രീ ആയിട്ട് കിട്ടുള്ളൂ. അത് തന്നെ ഞാൻ ഒരു കോപ്പി ചെയ്തിട്ട് ഞാൻ ഏറ്റവും മുന്നിലേക്ക് ഇട്ട് കഴിഞ്ഞിട്ട് ഞാൻ ഈ ലെയർ സെലക്ട് ചെയ്തിട്ട് ചില സമയത്ത് ഫോട്ടോഷോപ്പ് വരെ നമ്മൾ വിചാരിച്ച മാതിരി വരുന്നില്ല, ഹാങ്ങായിട്ടാണ്. ഇതിപ്പോൾ കണ്ടില്ലേ, ഞാൻ നേരത്തെ ശ്രദ്ധിച്ചില്ല. അത് നമ്മുടെ ഈ മാസ്ക് കാര്യങ്ങൾ ചെയ്തിട്ട് ചെയ്യുമ്പോഴൊക്കെ ഇങ്ങനെയൊക്കെ അവിടെ ഇവിടെ കയറ്റി ഉണ്ടാവും. അപ്പോൾ അത് കറക്റ്റ് ചെയ്തിട്ട് ചെയ്യണം. നേരത്തെ ഞാൻ ശ്രദ്ധിച്ചില്ല. ഞാനിപ്പോൾ കറക്റ്റ് ചെയ്യാണ്. ഞാൻ ഇങ്ങനെ സെലക്ട് ചെയ്തിട്ട് കൺട്രോൾ എൻ്റർ അടിച്ചു, ന്യൂ ലെയർ എടുത്തു, വൈറ്റ് കൊടുത്തു, ഓക്കെ അടിച്ചു, ബാക്കിലേക്ക് ഇട്ടു. ഇനി നമ്മൾ ഈ ലെയർ എടുത്തിട്ട് പി അടിച്ച് ഇവിടുന്ന് ഇത് കട്ട് ചെയ്ത് കളയാം. ഇപ്പോൾ ഒരു ഇതായില്ലേ, ഇങ്ങനത്തെ ഒരു സംഭവം ചെയ്യാനാണ് ഉദ്ദേശിച്ചത്. ഈ ലെയർ തന്നെ നമുക്കൊന്ന് സെലക്ട് ചെയ്തിട്ട് കൺട്രോൾ കോപ്പി അടിച്ചിട്ട് ചെറിയൊരു മോഷൻ ബ്ലർ കൊടുക്കാം. അപ്പോൾ റൺ ചെയ്യണ ഒരു ഫീല് കിട്ടും.
ഏറ്റവും ബാക്കിലേക്ക് എടുത്തിടുക. നമ്മൾ പ്രാക്ടീസ് ചെയ്ത് ഇപ്പോൾ കുറേ വീഡിയോസും കുറേ ഈ പിൻട്രസ്റ്റിലൊക്കെ കുറേ ആൾക്കാർ ചെയ്യണ, വിദേശികളും ഇവരൊക്കെ ചെയ്യണ കുറേ സംഭവങ്ങളുണ്ട്. അതെല്ലാം നമ്മൾ പ്രാക്ടീസ് ചെയ്യുക. എന്നിട്ട് നമ്മൾ നമ്മുടെ ഇതിലേക്ക് കൊണ്ടുവരിക നമ്മുടേതായുള്ള രീതിയിൽ. ഓക്കെ, അപ്പോൾ ഇഷ്ടമായെങ്കിൽ ചെറിയൊരു വീഡിയോ ആണിത്. ഇഷ്ടമായെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക.